السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الله سبحانه وتعالى നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജ് 34-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും മക്ക മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുകയും അതിനോട് അല്ലാഹുവിന്റെ പ്രതികരണം കഅബയുടെ ചരിത്രം മുഴുവനായി പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. ആ വിഷയം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 34-ാമത്തെ ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മാസകാ ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين ولكل أمة. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാ ഉമ്മത്തുകൾക്കും. നമ്മളൊരു ഉമ്മത്താണല്ലേ. നമ്മൾ ആരുടെ ഉമ്മത്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളാണ് നമ്മൾ. ഇതുപോലെ കുറെ ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്? ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? നൂഹ് നബിയുടെ ഉമ്മത്തുണ്ടായിരുന്നു. പിന്നെ ആദം നബിയുടെ ഉമ്മത്തുണ്ടായിരുന്നു. ഫസ്റ്റ് എങ്ങനെ വിളിച്ചു അവനെ? ഈസാ നബി, മൂസാ നബി, ഇബ്രാഹിം നബി. രണ്ടു മൂസാ നബി ഉണ്ടോ? ഇല്ല. അങ്ങനെ കുറെ ഉമ്മത്തികൾ കഴിഞ്ഞു അല്ലെ. കുറെ സമുദായങ്ങൾ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഉമ്മത്താണ് നമ്മൾ അല്ലെ. ആണ് ഖൈറു ഉമ്മത്ത് നമ്മള്. അപ്പൊ വലിക്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായങ്ങൾക്കും എല്ലാ ഉമ്മത്തികൾക്കും ജഅൽനാ, ജഅല എന്ന് പറഞ്ഞാൽ ആക്കിന. ജഅല എന്ന് പറഞ്ഞാൽ ആക്കിന്നുണ്ട്. ജഅൽനാ നാം ആക്കി. നസല എന്ന് പറഞ്ഞാൽ നസല എന്ന് പറഞ്ഞാൽ അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു. അൻസൽനാ നാം ഇറക്കി. ജഅല ആക്കി, ജഅൽനാ നാം ആക്കി, നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. മൻസകൻ, മൻസക് അതായത് ഒരു കർമാനുഷ്ഠമുറ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അല്ലാഹു കൽപ്പിച്ച ഒരു കർമാനുഷ്ഠ മുറയുണ്ട്, ഒരു മൻസക്കുണ്ട്. എന്താണ് അത്? നമസ്കരിക്കണ്ടേ, നോമ്പ് നോക്കണ്ടേ, സക്കാത്ത് നൽകണ്ടേ, ഹജ്ജ് അല്ലെ, ഉംറ, സദഖ എന്ന് തുടങ്ങി നമുക്ക് കുറെ കർമാനുഷ്ഠ മുറയുണ്ട്. ഇതുപോലെ എല്ലാ സമുദായങ്ങൾക്കും എന്തുണ്ടായിട്ടുണ്ട്? പലതരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എന്നുള്ള നിലക്ക് ഇവിടെ പറയുന്നത് ബലികർമ്മത്തെ പറ്റിയിട്ട്.
നമ്മുടെ വിഷയം ഏതാണ്? ബലികർമ്മം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ വിവരിച്ചിരുന്നു, മറ്റ് ചില സമുദായങ്ങൾക്ക്, എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടായിരുന്നു ഈ ബലികർമ്മം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾക്കുണ്ടായ രൂപത്തിലല്ല അവർക്ക് എന്ത് ചെയ്തത് അത് ഉണ്ടായിരുന്നത്. അതിന്റെ സ്വീകാര്യതയുടെ രൂപം തീയറങ്ങ എന്നുള്ളത് തുടങ്ങി മറ്റു പല കാര്യങ്ങളുണ്ടല്ലേ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജനത മുതൽ എന്തുണ്ട് ഈ ബലികർമ്മമുണ്ട്. അപ്പൊ അള്ളാഹു എല്ലാ സമുദായങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കർമാനുഷ്ഠ മുറ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെറും നമുക്ക് മാത്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നൽകിയ ഒരു കർമാനുഷ്ഠ മുറയുണ്ട്. അതിനുശേഷം ഇബ്രാഹിം നബിയുടെ കാലഘട്ടം കഴിഞ്ഞു. അവസാനത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എത്തിയാൽ പിന്നെ അയാള് മുസ്ലിം ആകണമെങ്കിൽ ഏത് കർമാനുഷ്ഠ മുറയാണ് സ്വീകരിക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനം അള്ളാഹു ഇറക്കിയതാണോ അത്. ഇനി എന്തില്ല, അതിലൊരു മാറ്റമില്ല. കാരണം അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇത് അവസാനത്തെ ഉമ്മത്താണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹു ചെയ്തിരിക്കുന്നു, ഇതിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഓക്കേ, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസിക. അപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും അവരവരുടേതായ ഓരോ ഉമ്മത്തുകൾക്ക് കർമാനുഷ്ഠ മുറയുണ്ട്. ഇനി അല്ലാഹു ഈ ബലികർമ്മത്തെ പറ്റി പറയാ, ലിയദ്കുറസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണത്? അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഈ കർമ്മം അള്ളാഹു അവർക്ക് നൽകിയതിന്റെ മേൽ കന്നുകാലി മൃഗങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യണം? ബലിയർക്കണം. അതിൽ അള്ളാഹു പറയുന്ന ഒരു ഉപയോഗം നമ്മൾ അലാ മാ റസഖഹും, ആരാ നൽകിയതാ? അള്ളാഹു നൽകിയതിൽ. നമ്മളെ ചില ആള് ഷെയർ കൊടുക്കണ്ട പറയുമ്പോ വലിയ എന്തോ വിചാരമാണ് അല്ലെ. നമ്മൾ ഇത്ര ഷെയർ പള്ളിയിൽ കൂടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വലിയ എന്തോ സംഭവമാണ്. നമ്മള് കൊടുക്കാണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ കുറവ് വരെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഒരു ഷെയർ കൊടുക്കല്ല, നമ്മളൊന്ന് അറക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ചില ആളുകൾക്ക് വലിയ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ചില ആളുകൾ പറയാണെന്ത്, പള്ളി കമ്മിറ്റിന്റെ ബോർഡ് ഉണ്ടാവില്ല, അതിൽ ഒട്ടിക്കിടന്ന ചില ആളുകൾ എന്റെ ഇത്ര ഓഹരി ഉണ്ട്, എന്നാലും അവൻ ആ പൈസ മുതലാക്കുള്ളൂ. അള്ളാഹു പറയുന്നത് അലാ മാ റസഖഹും, ഞാൻ നിനക്ക് നൽകിയതിൽ നിന്നാട്ടോ നീ ചെയ്യേണ്ടത്. നമ്മളെ പടച്ചോന്ന വേറുണ്ടോ? വേറെ അക്കൗണ്ട് ഉണ്ടോ? നിനക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? പടച്ചോ തരുന്ന പടച്ചോ ഗൂഗിൾ പേയിൽ മാസത്തിൽ പദ്ധതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തന്നെന്ന് പറയുമ്പോ വേറെ എന്തൊക്കെയോ. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ ഒരാൾ കാതകം മുട്ടിട്ട് ഒരു 10 ലക്ഷം രൂപ ബാഗ് പുറത്ത് വെച്ചിട്ട് പോവാ, അങ്ങനെ ഉണ്ട് ഒരു പ്രത്യേക പൈസ ഇല്ല, നമ്മളവരുടെ സ്വന്തം കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അലാ മാ റസഖഹും, അള്ളാഹു നൽകിയതിൽ നിന്ന് എന്ത് ചെയ്യാ? കൊടുക്കുക. എന്നാൽ അത് എങ്ങനെയായിരിക്കണം? ആ ബലികർമ്മം ചെയ്യുമ്പോ എന്ത് ചൊല്ലണം? ലിയദ്കുറസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അതിനെ ചെയ്യണം. എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കാണ്, ഫഇലാഹുകും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം അല്ലെ ഇലാഹ് ആരാകുന്നു? എങ്ങനെയുള്ളവനാകുന്നു? ഇലാഹുൻ വാഹിദ്, ഏകനാകുന്നു. നിങ്ങൾക്ക് ഒറ്റ ഒന്നുള്ളൂ തൗഹീദ് അല്ലേ, ഏകദൈവമാണ്. ഇലാഹുക്കും, എന്നാൽ നിങ്ങളുടെ ഇലാഹ് ആരാധ്യ ഇലാഹുൻ വാഹിദ്, ഏക ഇലാഹാണ്. അള്ളാഹു പ്രഖ്യാപിക്കുക അല്ലേ. ഇന്ന് നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും, പറഞ്ഞാലും തീരാത്ത എത്ര ആളുകൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത്. അതിനെ ന്യായീകരിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിയാൽ ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, എന്നാൽ നിങ്ങളുടെ ഇലാഹ് ആരാധ്യൻ അല്ലാഹു എന്താണ്? ഇലാഹുൻ വാഹിദ്, ഏക ഇലാഹാണ്. എന്നിട്ട് പറയാണ് ഫലഹു, ആകയാൽ ഹു, അവന്. ഞാൻ മുമ്പേ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഞാൻ പഠിപ്പിച്ചു തരുന്ന ഒരക്ഷരാണ് ഇത്. ഏതാണത്? ഫ. എന്താണ്? ഫലഹു അസ്ലിമു, ആകയാൽ ഏത്? ഫഇലാഹുക്കും ഇലാഹു വാഹിദ്, ഇത് അംഗീകരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ ഫലഹു, ആകയാൽ അവനെ അസ്ലിമു, നിങ്ങൾ കീഴ്പ്പെടുക, നിങ്ങൾ ഇസ്ലാമിനെ അനുഷ്ഠിക്കുക.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുഷ്ഠിച്ചാൽ മതി. അള്ളാഹു അല്ല മറ്റു പലതും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? പിന്നെ ഇസ്ലാമിന്റെ ചട്ടങ്ങൾ അനുസരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? വേഷം ധരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നമസ്കരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഒരു ഇബാദത്തിന് അർത്ഥമില്ല. ഏതുവരെ? എന്നുള്ളത് വരെ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആളാണെന്ന് പറയുന്നു, എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിനെ അനുസരിക്കാൻ പറ്റുമോ? പറ്റൂല. രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആളുകളാണ് എന്നുണ്ടെങ്കിൽ, തൗഹീദിന്റെ ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇസ്ലാമിനെ അനുഷ്ഠിക്കുക, ഇതിന്റെ കീഴിൽ കഴിയുക. ഇനി മറ്റൊരു കാര്യം അതിലൂടെ പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങൾ അത് ചെയ്യുന്നവരാണ്. ഏതാ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആളാണ്, ഞാൻ തൗഹീദിന്റെ ആളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെന്തേ ഓപ്ഷൻ ഉള്ളൂ? ഫലഹു അസ്ലിമൂ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കലേ നിങ്ങൾക്ക് വഴിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പൊതുവെ പറയുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ കാണും. ഇല്ല, ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. നമ്മളൊരാൾ നമ്മളോട് കാര്യം പറഞ്ഞാൽ സത്യം പറയാം അല്ലെങ്കിൽ കളവ് പറയാം. ഇല്ല, ഒരു മുസ്ലിമായി എനിക്ക് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, സത്യം പറയാം. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണും. എല്ലാം ഓരോ ഓപ്ഷനിലേക്ക് മാറുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണം. എന്നാൽ ആ ഓപ്ഷൻ എന്തായിരിക്കണം? അള്ളാഹുവിനെ ഇഷ്ടമുള്ളതായിരിക്കണം. ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി പറഞ്ഞതാണ് അല്ലേ? ഇബ്രാഹിം നബി വെറുതെ പറഞ്ഞതാണ്? നമ്മളെ പോലെ വെറുതെ വായിട്ടടിച്ചതാണ്? നാവുകൊണ്ട് പറയാൻ നമുക്ക് എളുപ്പമല്ലേ? ഞാൻ ഇസ്ലാമിന്റെ ആളാണ്, ഞാനൊരു മുസ്ലിം ആണെന്ന് പറയാൻ വലിയ പണിയുണ്ടോ? ലോകത്തെ എല്ലാവർക്കും വിളിച്ചു പറയാൻ കഴിയില്ലേ? എന്നാൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുമോ? കഴിയില്ല. പറയാൻ എളുപ്പമാണ്. ഞാൻ ഇസ്ലാമൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണ് എന്ന് പറയാനൊക്കെ എളുപ്പമാണ്. എന്നാൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. അത് നമ്മള് പെടുന്നൊരു മേഖലയുണ്ട്. നമ്മളിങ്ങനെ കുറെ മുസ്ലിമാണെന്ന് പ്രസംഗം കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഞാനൊരു ഗൗരവമുള്ള വിഷയം പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഒരു കുടുംബത്തിൽ അവർക്ക് ടൗണിൽ ഒരു 50 സെന്റ് സ്ഥലമുണ്ട്. എത്ര? 50 സെന്റ് സ്ഥലം. ഒരു സെന്റിന് ഏകദേശം 15 ലക്ഷം റുപ്യോളം കിട്ടും. കേൾക്കണേ, കച്ചവടം നടത്താവുന്നതല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണേ. 15 ലക്ഷം റുപ്യോളം ഒരു സെന്റിന് കിട്ടും. ആ സ്ഥലം ചെയ്യാണ് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പൊ ഉപ്പാക്കും ഉമ്മാക്കുന്നുണ്ട് ഏകദേശം 8ഓളം മക്കളുണ്ട്. അതിൽ 3 ആണുങ്ങളും ബാക്കിയൊക്കെ എന്താണ്? അപ്പൊ ആണുങ്ങന്മാർക്ക് എന്ത് ചെയ്യണം? 2 ഓഹരി ഉണ്ട്. ഇവരെല്ലാരും കൂടി മീറ്റിംഗ് കൂടിയപ്പോ മുതിർന്ന ആൾ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് ശരിയാത്ത പ്രകാരമുള്ള നിയമവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോ ആളുകൾ പറയാണ്, ഇല്ല നമുക്ക് എതിർപ്പുണ്ട്. വ്യാപ്പളയാണ്. എന്താ? ഒരു ഓഹരിയെ കിട്ടുള്ളൂ. എല്ലാരും എഴുന്നേറ്റു. ആര്? ഈ പറയുന്ന പെണ്ണിന്റെ പെൺമക്കളുടെ ഭർത്താക്കന്മാരൊക്കെ എഴുന്നേറ്റു. എന്താ സംഭവം? നിങ്ങളൊക്കെ എല്ലാം ശരീരത്തെ അനുസരിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. ഇതിൽ മാത്രം ശരീരത്ത് നോക്കാൻ കഴിയില്ല. എല്ലാരും അങ്ങനെ ഭയങ്കര ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നത് ഭയങ്കര നിങ്ങൾക്ക് അങ്ങനെ ശരീരത്തൊന്നും അനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട. എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങനെ ഒന്നും നോക്കേണ്ടതില്ല എന്ന് പറയുന്നതിലേക്ക് ഒരു മുസ്ലിം എത്തിയിട്ടുണ്ടെങ്കിൽ വെറും നാമധാരികളായി നമ്മൾ മാറില്ല. ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യം. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. ബഹുഭാര്യത്വം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് അല്ലെ? ഇപ്പോഴും ചെയ്യുന്നില്ല, പല ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു വിഷയം എന്താണ്? നമ്മളിപ്പോ എന്താ പറയാ, 2ാമത് കിട്ടുന്നില്ല എന്നുള്ളതൊന്നുമല്ല വിഷയം. നമുക്കൊരിക്കലും അത് പറ്റില്ല എന്നുള്ളൊരു സംസാരം വരാൻ പാടില്ല. ശരി, ഇസ്ലാമിന്റെ ഒരു നിയമത്തെ അത് പറ്റില്ല എന്ന് പറയുന്നതിൽ നമ്മൾ ഉണ്ടാവില്ല. അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല, ഇതൊക്കെ എന്ത് നിയമമാണ് എന്ന് ചോദിക്കാൻ പാടില്ല. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ ഇരുന്ന ഒരു ദിവസം രാത്രി എഴുതി ഉണ്ടാക്കിയതാണ്. അത് രാവിലെ തള്ളിക്കളഞ്ഞോട്ടെ, പ്രശ്നമില്ല, നേരം തന്നെ തള്ളിക്കളയാം. ഇത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായി ഇറക്കിയതാണ്. ആ ഇസ്ലാമിനെ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ മാറ്റാന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ജനറേഷൻ, ഇന്നത്തെ കാലഘട്ടം പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഫ്ലെക്സിബിൾ ആകണം അല്ലെ? പറയലില്ലേ? നമ്മളെല്ലാം ഇങ്ങനെ ഒരു പിടിവാശിക്കാരാകരുത്, എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ? ഇല്ല.
അതില്ല. അവിടെ നമ്മൾ കണിശത കാണിക്കണം. ദുനിയാവെ കാണിച്ചോളൂ. ദുനിയാവ് ഫ്ലെക്സിബിലിറ്റി കാണിക്കേണ്ട ഇടം തന്നെയാണ്. നിങ്ങൾ ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനനുസരിച്ച് പറ്റുള്ളൂ. പിന്നെ അവിടെ എന്തില്ല, അതെനിക്ക് സൗകര്യമില്ല, അതെനിക്ക് പ്രശ്നമല്ല. സംഗതി എന്താണ്? ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും സുഖങ്ങൾ കിട്ടുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനങ്ങ് മുക്കും. അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കുക, മുക്കുക. നമുക്ക് വലിയൊരു പരിപാടി നടത്തണം, 1000 ആളെ വിളിച്ച് നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് നടത്തണം. എന്നിട്ട് ഖുർആൻ ഹദീസൊക്കെ ഒന്നിങ്ങനെ മുക്കുക. അത് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ പരക്ക് വലിയൊരു വിജ്ഞാനം എഴുതി വെക്കുക. ഇതെന്ത് പരിപാടി? അങ്ങനെ ഉണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. ഫലഹു അസ്ലിമു. അങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാമിലെ കടന്നു വരിക, അല്ലെ? ഇസ്ലാം പറയുന്ന അനുസരിച്ച് ജീവിക്കുക എന്നുള്ള അല്ലാഹുവിന്റെ കൽപ്പന. എന്നിട്ട് അല്ലാഹു പറയുന്നു, വബശ്ശിരിൽ മുഖ്ബിതീൻ. വബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്കാണ് സന്തോഷ വാർത്ത ഉള്ളത്? അൽ മുഖ്ബിതീൻ, ഖബത്തുള്ളവർക്കാണ്. എന്താണ് ഖബത്ത് എന്ന് പറഞ്ഞാൽ? വിനീതമായിട്ടുള്ള ആളുകളില്ലേ, താഴ്മയുള്ള ആളുകളില്ലേ, താഴ്മ ഉള്ളവർക്ക് എന്താണ്? സന്തോഷ വാർത്ത അറിയിക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു താഴ്മയാണെന്ത്? ഇങ്ങനെ നിൽക്കുക, ഒരു താഴ്മയുടെ ഇടകളാണ്. പിന്നെ ആളുകളെ കണ്ട് അധികം സംസാരിക്കാണ്ടിരിക്കുക, ഭയങ്കര താഴ്മയാണ്. ആളുകളുടെ മുന്നിൽ വലിയ ഒച്ചെടുക്കാതിരിക്കുക, ഭയങ്കര താഴ്മയാണ്. പാപ്പാനന്മാരൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് കൂടെ, ഓ താഴ്മയുടെ അങ്ങേയറ്റം. പള്ളിയിലൊന്നും വന്നാല് തലൊന്നും പൊന്തിക്കോലും ഇല്ല. താഴ്മ, വല്ലാത്തൊരു താഴ്മയാണ്. ഭൂമിക്ക് ഭാരമില്ലാത്ത മനുഷ്യനാണ്. അതാണോ താഴ്മ? ഇവിടെ പറയുന്ന താഴ്മ അതാണ്. സന്തോഷ വാർത്ത താഴ്മുള്ള ആളുകൾക്ക്. മറ്റെല്ലാരും ഇങ്ങനെ താഴ്ന്നോണ്ട് പോകുന്നത് അതിനർത്ഥം. നമ്മളിങ്ങനെ കുറെ കേൾക്കുക, കുറെ അറിയുക, എന്നിട്ട് അതിലുള്ള ഉൾട്ടയായ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വിട്ടുക. അതൊന്നല്ല ദീന് പഠിപ്പിക്കുന്നത്. അതൊന്നല്ല. വബശ്ശിരിൽ മുഖ്ബിതീൻ, താഴ്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും താഴ്മ കാണിക്കുക. എങ്ങനെ? ഇസ്ലാം കൽപ്പിക്കുന്ന രൂപത്തിൽ. ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവരോട് കാരുണ്യം കാണിക്കുക, അതൊരു താഴ്മയാണ്. മുതിർന്ന ആളുകളെ കാണിക്കുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കുക, അതൊരു താഴ്മയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന കൽപ്പനകളിൽ എന്ത് ചെയ്യാം? താഴ്മയോടുകൂടി അതിനനുസരിക്കുക. അതാണ് താഴ്മ. ഞാൻ പറയുന്നു, നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ പെട്ടാൽ തന്നെ നമ്മൾ വലിയ നിലയിലേക്ക് എത്തും. കാരണം എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ പലപ്പോഴും ഇന്ന് ഈ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു കാര്യമുണ്ട്. എന്താണ്? ഞാന് ഇതാണ്, അല്ലെ, എന്റെ പേര് ഇതാണ്, ശ്രദ്ധിച്ചേക്കണേ, എന്റെ ജോലി ഇതാണ്, ഞാൻ ഇത്ര കഴിവുള്ള ആളാണ്, എനിക്ക് കുറെ സമ്പാദ്യങ്ങളുണ്ട്, എന്റെ മക്കൾ അതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പല കഴിവുകളുള്ള ആളാണ് ഞാൻ എന്താണ് നിൽക്കുമ്പോ ഞാൻ ചെറിയ ആളൊന്നല്ല, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ്. എന്റെ കരുതി എനിക്ക് നോക്കുമ്പോ വലിയ ഞാനൊരു സംഭവമാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെച്ചിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യൂല? നന്മയിലങ്ങും ഒഴുകൂല. പിന്നെ നമ്മുടെ ഒരു വിചാരം എന്താണ്? ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ തന്നെ ഞാൻ ഖുർആന്റെ ആളായി, നിസ്കരിക്കുമ്പോഴത്തേക്ക് നിസ്കാരത്തിന്റെ ആളായി, ഒരു തിങ്കളാഴ്ച നോമ്പെടുക്കുമ്പോഴത്തേക്ക് നോമ്പിന്റെ ആളായി, ഒരു ദിവസം തഹജ്ജുദ് നമസ്കരിക്കുന്നത് തഹജ്ജുദിന്റെ ആളായി. ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഞാൻ വലിയ ഇതിലാണ് എന്ന് കരുതുക. അവിടെ നിന്ന് അറിയണം, അവിടെ നിന്ന് താഴ്മാണിക്കണം. എന്റെ നിസ്കാരം അതൊന്നും ഒരു ലെവലല്ല, ശരിയല്ല, നന്നാക്കണം. കാരണം പണ്ഡിതന്മാരോട് നിങ്ങൾ നമസ്കരിച്ചോ എന്ന് വെച്ചാൽ എന്താ മറുപടി അറിയാൻ? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അതാണ് താഴ്മ. ആ താഴ്മ നമുക്ക് ഉണ്ടായിട്ടില്ല. ആ താഴ്മയിലാണ് നമുക്ക് ഖൈർ ഉണ്ടാകുക. ഞാനൊന്നുമല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യൻ, അബൂബക്കർ സിദ്ദീഖ് അതിനേക്കാൾ വലിയ മനുഷ്യൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതിനേക്കാൾ വലിയ മഹത്തായ മനുഷ്യൻ. അവർക്കൊക്കെ എന്താ ഉണ്ടായത്? താഴ്മയിൽ, എളിമയിൽ. അപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന അയാൾക്ക് താഴ്മ വരും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അഹങ്കരിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്, അല്ലെ? എന്തൊക്കെ കാരണങ്ങളുണ്ട്? ചരിത്രം നമുക്കറിയില്ലേ? ഒരു കിണർ, അല്ലെ, ദീനയിലേക്ക് പാലായനം ചെയ്ത് വന്നപ്പോ കിണർ വേണം.
വെള്ളം കുടിക്കാൻ ജൂതന്റെ കയ്യിലുള്ളത്. ഓരോ കപ്പിനും എത്രയോ വലിയ ദിർഹമുകളാണ് വാങ്ങുന്നത്, താങ്ങാൻ കഴിയണില്ല. സുലഭ പറയാണ് ഇതിനൊരു പോവഴി നമുക്ക് കണ്ടേ പറ്റുള്ളൂ. ഈ ജൂതന്റെ അടുത്ത് പോകുന്നുണ്ട്, പോയിട്ട് പറഞ്ഞു എനിക്കിത് വാങ്ങണം. എന്തായാലും പറഞ്ഞോ, ഇല്ല ഇത് എനിക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന വകുപ്പാണ്. വലിയൊരു പൈസ അങ്ങ് വില പേശി. ആ സമയത്ത് ജൂതൻ മുഴുവൻ കൊടുത്തില്ല, പകുതി. ഒരു ദിവസം നിനക്കാണെങ്കിൽ ഒരു ദിവസം എനിക്ക്, ഡീല് ഒരു ദിവസം എനിക്കാണെങ്കിൽ ഒരു ദിവസം എനിക്ക്. വലിയ ബിസിനസ്മാൻ ആണല്ലോ. ആ ഡീലുമായി എന്നൊക്കെ കരാറൊപ്പിട്ടു, പൈസ കൊടുത്തു. പിറ്റേന്ന് മുതൽ ഉസ്മാൻ റളിയല്ലാഹു ഒരു ദിവസം, ജൂതൻ ഒരു ദിവസം. ഉസ്മാൻ റളിയല്ലാഹു എന്ത് ചെയ്യാൻ തുടങ്ങി? ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹുവിന് കൊടുക്കുന്ന ദിവസം മാത്രം ആളുകൾ വന്നിട്ട് നല്ലോണം വെള്ളം ശേഖരിച്ചു വെക്കും. പിറ്റേന്ന് പോകില്ല, 2 ദിവസത്തേക്കുള്ള എടുത്തു വെക്കും. ഇത് കണ്ടപ്പോ ജൂതൻ എന്തെങ്കിലും ദേഷ്യം പിടിച്ചു. ഇതെന്താ മൊത്തം നഷ്ടമാണല്ലോ, എന്താണ് അയാൾ വരുന്നത്? ഉസ്മാൻ ബിസിനസ്സുകാരനാണല്ലോ. അപ്പം ആ രൂപത്തിൽ ചെയ്യുമെന്ന് കരുതി. എന്നാലോ പണി കിട്ടിയതായിരിക്കാം ജൂതൻ. ജൂതൻ മനസ്സിലായി ഈ പരിപാടി നടക്കൂല, മൊത്തം നഷ്ടം കച്ചവടം. ജൂതൻ പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറയും, ഇത് നടക്കൂലോ, ഈ പരിപാടി നടക്കൂല. ഇതെന്താ ഇങ്ങനെ ആയാലും ഇങ്ങനെ ശരിയായ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. വളരെ കരാറില്ലായിരുന്നു, എന്താ ചെയ്യാൻ? അവസാനം ഉസ്മാൻ റളിയല്ലാഹുവിനോട് കുറേ വിഷമം അയാൾ ഇങ്ങനെ പറഞ്ഞു അവസാനം ആ ജൂതനൊരു പൈസ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അതൊന്നും തരാൻ കഴിയില്ല. ആ സമയത്ത് ജൂതൻ വില കുറച്ചു, ഒരു തുക പറഞ്ഞു. ന്യായമായ വിലയിൽ ഉസ്മാൻ റളിയല്ലാഹു കൂടി കൊടുത്ത് കിണർ വാങ്ങി. ഉസ്മാൻ റളിയല്ലാഹു എത്ര അഹങ്കരിക്കുക. ഇന്നും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ കിണറിന് വെള്ളം കുടിക്കുന്നുണ്ട്. ഇന്നും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ കിണറിന് വെള്ളം കുടിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ പ്രതിഫലമായിരിക്കും വന്ന് ഉസ്മാൻ റളിയല്ലാഹു ഇങ്ങനെ നടന്നൂടെ? എന്താ എന്റെ ഒരു കൊഴുപ്പ് അല്ലേ? നടന്നിട്ടില്ല, താഴ്മയായിരുന്നു, വിനയമായിരുന്നു. അതാണ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷ വാർത്ത ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് സന്തോഷ വാർത്ത ഉള്ളത്. ഇനി ഈ മുഖ്ബിത്തീൻ, ഈ താഴ്മയുള്ള ആളുകളുടെ ഗുണങ്ങളെ പറ്റിയിട്ട് അല്ലാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കും. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون الذين അവരൊരു കൂട്ടരാണ്. അവരുടെ പ്രത്യേകത ഇദാ ദുഃഖിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ, അല്ലാഹുവിനെ പറ്റി അവർ ഓർത്താൽ, അല്ലാഹുവിനെ പറ്റി അവർ അറിഞ്ഞാൽ, അല്ലാഹുവിനെ പറ്റി അവർ ചിന്തിച്ചാൽ, വജിലത്, വറക്കും കടന്നിട്ട് പിടിച്ചു വിറച്ചു പോകും. എന്താ വിറക്കുക? ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. എത്ര പ്രാവശ്യം കേൾക്കുന്നു അല്ലാഹു, എത്ര പ്രാവശ്യം വരുന്ന ചിന്ത അല്ലാഹു അല്ലാഹു. എത്ര ചിന്തിച്ചിട്ടും എവിടെയാണ് ഭയക്കേണ്ടത് നമുക്കറിയില്ല. എത്ര തന്നെ ആലോചിച്ചിട്ടും എവിടെയാണ് എന്റെ ഹൃദയം വറക്കാനുള്ളത് എന്ന് മനസ്സിലാണില്ല. ഇപ്പോഴും നമ്മുടെ ഹൃദയം ഒന്ന് വറക്കണമെങ്കിൽ മരണം ഞാനും പറയണം, എന്നിങ്ങനെ വറക്കും. അല്ലാതെ അള്ളാഹുവിനെ പറ്റി എത്ര തന്നെ ആവർത്തിച്ച് പറഞ്ഞാൽ ഒരു പറയൂല. നല്ല സമാധാനമാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞാൽ അവന്റെ ഹൃദയം വിറക്കും എന്ന് പറയുന്നത് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഒരാളൊരു തെറ്റ് ചെയ്യണേ, ശ്രദ്ധിച്ചേക്കണേ. ഒരാളൊരു തെറ്റ് ചെയ്യില്ലേ നിങ്ങളെ ചെയ്യാറുണ്ട്. തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അള്ളാഹുദീം അവനെ പറ്റിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലിട്ടേക്കും. അവനെ പറ്റിയുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലിട്ട് വരും. അപ്പോഴത്തെയും ആ തെറ്റിൽ നിന്ന് അവൻ പേടിച്ചു. ആ തെറ്റ് അവിടെ ഇട്ടിട്ട് അവനോടും. നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടെ,
നമ്മളൊരു തെറ്റിലേക്ക് ഇങ്ങനെ കിടക്കും. നേരം അള്ളാഹ് ഓർമ്മ വരും. നേരം നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ചെയ്യുന്ന തെറ്റിൽ അത്ര ഫോക്കസ് ആയിട്ടില്ല, ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ആകുക. വീണ്ടും ചിലപ്പോൾ അള്ളാഹ് ഒരു ചിന്ത വരും. നേരം വിചാരിക്കാം തീർക്കാം, ഇപ്പൊ തീർക്കാം, ഒന്ന് കളവ് പറയല്ലേ, പറഞ്ഞ തീർന്ന് അല്ലേ. നമ്മളിപ്പോ ഒരാളോട് നമ്മൾ പറയാണ്, ഒരാളോട് കളവ് പറയാൻ നമ്മൾ തയ്യാറാണ്. ശ്രദ്ധിക്കാൻ, നമ്മളൊരാളോട് കളവ് പറയാൻ തീരുമാനിക്കാൻ, എന്തുമായിക്കോട്ടെ. ഇപ്പൊ വീട്ടിൽ നിന്ന് എന്താ പറയുക, സ്കൂളിൽ നിന്ന് വൈകിട്ട് ഇറങ്ങി, ഒരു ഉദാഹരണം കാണാം. സ്കൂളിൽ നിന്ന് എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിച്ചു അവിടെ ഇവിടെ ഒക്കെ പോയി. വീട്ടിൽ ഉമ്മ വന്ന് എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോ ഒരു കുട്ടി തയ്യാറാകണമെന്നതിന് കളവ് പറയാൻ വേണ്ടി തയ്യാറാകണം. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോ ഓരോ ചിന്തയായിരിക്കും. അതിൽ പകുതിയും അള്ളാഹുവിന്റെയും അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത ഇട്ടുള്ളൂ. ആ ചിന്ത ഇട്ടുകൊടുത്തതിന്റെ പേരിൽ പേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സത്യം പറയാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും? അവിടെയാണ് വിഷയം. ശരി, അവിടെയാണ് വിഷയം. തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹുവിനെ പറ്റി ഓർക്കുമ്പോൾ പോലും തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കണ്ടാലാ മാറി നിൽക്കുക? നമ്മൾ ആരെയാണ് ഭയക്കേണ്ടത്? അള്ളാഹുവിനെ. നമുക്ക് ഇന്ന് ഭയം എന്താണ്? ദുനിയാവിലുള്ള ആളുകളെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചെയ്ത ആ തെറ്റെങ്ങനെ ഓൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പള്ളിയിലുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്റെ ചങ്ങായിമാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ഭാര്യ എന്റെ മക്കളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ തെറ്റ് ചെയ്താൽ എന്റെ റബ്ബിന്റെ മുന്നിൽ എന്താ വിജയിക്കുക? റബ്ബിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കുക? അത് ചിന്തിച്ചില്ല. അത് ചിന്തിക്കാത്ത കാലത്തോളം അള്ളാഹനെ പേടിച്ച് നമ്മൾ തെറ്റെന്ന് വാങ്ങിക്കില്ല. നമ്മൾ ഈ ദുനിയാവിനെ പേടിക്കുള്ളൂ. ഒരു കാര്യം ആരെന്തെങ്കിലും എന്തെങ്കിലും കട്ടെടുക്കുമ്പോ അവിടെ CCTV ഉണ്ടോ നമ്മൾ നോക്കുക. CCTV ഉണ്ടോ നമ്മൾ നോക്കുള്ളൂ. ആരെയും കാണുന്നുണ്ടോ നോക്കുള്ളൂ. നമ്മൾ ഈ ദുനിയാവിനെയാണ് ഭയക്കുന്നത്. ഈ ദുനിയാവിലുള്ള നാണക്കേടാണ് നമുക്ക് ഭയം. നമുക്ക് ഇന്നിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറച്ച് പോലീസുകാരെ വന്നിട്ട് നമ്മളെടുത്തിട്ട് ജയിലിലേക്ക് കൊണ്ടുപോവുക. ആ ഒഴിവാക്കാനുള്ള എന്തും നമ്മൾ ചെയ്യൂലേ ദുനിയാവില്, അല്ലേ? ഒന്നും വേണ്ട, ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് പോലീസ് വീട്ടിലിരുന്ന് പറയുമ്പോൾ നമ്മൾ പറയും, വേണ്ട സാറേ, കാർ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് വന്നോളാം പോലീസ് സ്റ്റേഷനിൽ. എന്താ നമ്മളെ കാണുന്ന ഒരു നാണക്കേട്. ആളുകൾ എന്താ വിചാരിക്കുക? പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഓരോ വീട് ചോദിച്ചിട്ട് മുസ്ലിം വീടാണോ എന്നൊക്കെ വന്നിട്ട് ചോദിച്ചിട്ട് വന്നാൽ ആളുകൾ എന്താ വിചാരിക്കുക? എന്റെ പേരിന്റെ ഉദാഹരണം പറയാമെന്ന് പിന്നെ പറയാറില്ല. അത് ഭയക്കുന്ന, അത് ഒഴിവാകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന നമ്മൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിചാരിക്കാൻ മാറിയിരിക്കുന്നില്ല? നമുക്ക് മനുഷ്യരെ പേടിയില്ല, നമുക്ക് ഖബർ പേടിയില്ല, നമ്മൾ നേരിടേണ്ട മരണം നമുക്ക് പേടി, ഇതൊന്നും നമുക്ക് പേടിയില്ല. അതുകൊണ്ട് അള്ളാഹു മാറാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ബാക്കി നിങ്ങൾ വിശദീകരിച്ചോളൂ. ഇത്ര എനിക്ക് പറഞ്ഞു കഴിയുള്ളൂ. പിന്നെ വിനയമുള്ള ആളുകളുടെ അടയാളം എന്താണ്? അവരുടെ ഒരു സ്വഭാവം എന്താണ്? അവർ ക്ഷമിക്കുന്നവരാണ്. എപ്പോ? അവർക്ക് എന്തെങ്കിലും ആപത്തുകൾ ബാധിച്ചാൽ വെറുതെ ക്ഷമിക്കാൻ എല്ലാവരും കൊണ്ട് കഴിയും, അല്ലെ? ഇപ്പൊ ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഞാൻ ക്ഷമയുള്ള ആളാണെന്ന് പറയാൻ നമുക്ക് കഴിയും. എന്നാൽ ഒരു 101 പനി വന്നു, ഒരു പരീക്ഷണമാണ്, അല്ലെ? ആ സമയത്ത് ക്ഷമിക്കാൻ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കും, അല്ലെ? ഡൗട്ട് ആയിരിക്കൂലേ? ഇങ്ങനെ വെറുതെ ഇരുന്ന് പൈസ ഒക്കെ കൃത്യമായി ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് നല്ല ക്ഷമയായിരിക്കും. പൈസ ഒന്ന് വരുത്തുന്ന ബ്ലോക്ക് ആയാൽ നേരം നമ്മളെ ഹാല് മാറും. നേരം നമ്മളെ ക്ഷമ ഒന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ കൃത്യമായി കിട്ടിയാൽ നല്ല ക്ഷമയുള്ള മനുഷ്യനാണ്. ഇരിക്കുന്നൊക്കെ എന്ന് അറിയുന്നു. ഒരു ചായ ഒന്ന് മുടങ്ങിയാൽ വേറൊന്ന് കാണും, വേറൊരു മുഖം കാണും, അല്ലെ? തിരിച്ച് മറുപടി ഒന്നും പറയാണ്ട് ഇങ്ങനെ ഓമനിച്ച് കൊണ്ടുപോയി ഇങ്ങനെ താലോലിച്ച് കൊണ്ടുപോയാൽ നല്ല മനുഷ്യനാണ്. എന്തെങ്കിലും ഒന്ന് രച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് തീരുവൊക്കെ ക്ഷമ. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? ആപത്തുകൾ വരുമ്പോഴാണ് ക്ഷമിക്കേണ്ടത് മനുഷ്യന്മാരെ. പരീക്ഷണങ്ങളിലാണ് ക്ഷമിക്കേണ്ടത്. വെറുതെ ക്ഷമിച്ചിട്ട് കാര്യമില്ല. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയണം, മനസ്സിലായില്ലേ? ഒരു ദിവസം എന്റെ ഷോപ്പിൽ നല്ല കച്ചവടം ഉണ്ട്, ഞാനിങ്ങനെ നല്ല ക്ഷമിച്ചു. ഒരു ദിവസം ഒരു കച്ചവടമില്ല. വീട്ടിൽ പോയിട്ട് മക്കളെടുത്തിട്ട് അടിച്ചു, ഭാര്യനോട് 2 വർത്താനങ്ങൾ പറഞ്ഞു, ഉപ്പയും ഉപ്പാക്കും മാക്കും കിട്ടി, എല്ലാരും അങ്ങ് സൈഡിലാക്കി.
റൂമിൽ കയറി വാതിലും കൂട്ടി കിടക്കുക. എന്താ എന്താ ഇന്നലെ നല്ല ക്ഷമയും എന്താ ഇന്നലെ നല്ല കച്ചവടം, ഇന്ന് കച്ചവടം ഇല്ല. ക്ഷമക്ക് ആര് ഏത് ക്ഷമയില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷമയാണ്, അതിന്റെ ചെറിയ ക്ഷമക്കുറവുണ്ട്, ഇതിനൊപ്പം തീർക്കാന്നുള്ളൊരു ആലോചനയാണ്. അതിനപ്പുറം നമ്മൾ നല്ല ക്ഷമയുള്ള ആളുകളാണ്. എന്നാലും ഇവിടെ ഞാനിപ്പോ നിങ്ങളൊക്കെ എന്തെങ്കിലും എടുത്ത് നമുക്ക് എത്ര പേർക്ക് ക്ഷമിക്കാൻ കഴിയും അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. അള്ളാഹു പറയുന്നത് വിനയമുള്ള ആളുകളുടെ പ്രത്യേകത, എന്തെങ്കിലും ഒന്ന് ബാധിച്ചാൽ അവർ ക്ഷമിക്കും, ആപത്തുകൾ ബാധിച്ചാൽ അവർ ക്ഷമിക്കും. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് വാഹനം എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു വിചാരിക്കാം, അല്ലെങ്കിൽ നടന്നിട്ട് വന്നു വിചാരിക്കാം. നമ്മൾ നല്ല നിലയിലെത്തി, നമ്മൾ നല്ല ക്ഷമാലിക്കാണ്. വരുന്ന വഴിക്ക് ഒന്നും വീണു, ഒന്നും വേണ്ട, സ്റ്റാൻഡേർഡ് പറഞ്ഞു ഇനി വണ്ടി ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, ക്ഷമാണിക്കാൻ കഴിയും നമുക്ക്? കാറ് നമ്മൾ ഇങ്ങനെ പോവാ, നല്ല ക്ഷമ, ചിരിയും കളിയും വർത്താനം ക്ഷമന്റെ ആളുകൾ കാർ അങ്ങ് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അത് നമ്മളെ കാത്തിരിക്കട്ടെ, കാർ അങ്ങ് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. 1-2 മിനിറ്റ് ഒക്കെ ഒന്ന് നിൽക്കുന്നില്ലാതെ പിന്നെ ഒരു പൊട്ടിത്തെറിയുടെ സമയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ദേഷ്യം പാടില്ല എന്നോ, നമ്മൾ ചില സമയത്ത് ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ അത് ഉണ്ടാകാൻ പാടില്ല എന്നല്ല, മനുഷ്യ സഹജമാണ് അതൊക്കെ. എന്നാൽ അള്ളാഹുവിനെ മോശം വിചാരിക്കുന്ന ഒരു അടുത്തേക്ക് എത്തരുന്ന ഞാൻ പറഞ്ഞു പോകുന്ന പോയിന്റ്. എനിക്ക് പനി വന്നല്ലോ, എനിക്ക് നാളെ ഒരു മങ്ങലില്ലേ, ഇന്നാ പനി വരുത്ത്, ഇതെന്താ നിങ്ങളെ വിളിച്ചിട്ട് മങ്ങലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പനിക്ക് വരാൻ കഴിയോ? എനിക്ക് നാളെ സ്റ്റേജിൽ പ്രോഗ്രാം ഉള്ളതാണ്, ഇന്ന് എന്റെ പടം പറഞ്ഞു. ഇതൊക്കെ മുസീബത്തിന് വിഷയമാണ്, ഒരു വിഷയമില്ല. ആ സമയങ്ങളിൽ ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, ഇത് അള്ളാഹു എനിക്ക് നൽകിയെന്നുള്ള ആ ഒരു ക്ഷമയില്ലേ, അനങ്ങാണ്ടിരിക്കല്. അനങ്ങാണ്ടിരിക്കാന്ന് വെച്ചിട്ട് മനസ്സിലെന്തൊരു ആലോചിച്ച് കൂട്ടില്ല. അങ്ങനെ ചില ആളുകളുണ്ട് ഭയങ്കര അനങ്ങാണ്ടിരിക്കും, മനസ്സിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്തെങ്കിലുമൊക്കെ മുസീബത്തുകൾ വരുമ്പോൾ നമസ്കരിക്കാൻ തോന്നില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് നമസ്കരിക്കണേ പഠിച്ചവനെ പറ്റി നല്ല വിചാരമാണ്. അടുത്ത അള്ളാഹു പറയുന്നത് അവര് നമസ്കാരം നിലനിർത്തുന്നവരാണ്. നമസ്കാരം നിലനിർത്തും. നമസ്കാരത്തെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞാൽ അറിയോ, ഒറ്റൊരു പോയിന്റ് കേട്ടാൽ നമസ്കാരത്തെ പറ്റി നിങ്ങളെല്ലാം സംശയം ക്ലിയർ ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു സംഗതിയാണ്, എന്റെ നമസ്കാരം ശരിയായ രൂപത്തിലാണോ? ഡൗട്ടില്ലേ? ഇല്ലാത്ത ഒരാളല്ലല്ലോ ഇവിടെ. ഇതാ വരുന്നത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇന്ന സ്വലാത്ത്, നിശ്ചയമായി നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിങ്ങളെ തെറ്റുകളിൽ നിന്ന് തടയും. നിങ്ങൾ നമസ്കരിക്കുന്നവരാണോ, നിങ്ങളുടെ നമസ്കാരം ശരിയായ രൂപത്തിലാണോ, തെറ്റുകൾ നിങ്ങൾ ചെയ്യില്ല. നമ്മുടെ നമസ്കാരം ശരിയാകാനില്ലേ? നമ്മുടെ ഒരു നേരത്തെ നമസ്കാരം കൊണ്ട് ചില ആളുകളുടെ 1 വർഷം അയാൾ തെറ്റിൽ നിന്ന് മാറിക്കും. 1 വക്ത് നമസ്കാരം. ചില ആളുകളുടേത് 1 മാസം മാറി നിൽക്കും. ചില ആളുകളുടേത് അത് കഴിഞ്ഞ് 1 മണിക്കൂർ വയ്ക്കും. ഏറ്റവും കുറഞ്ഞത് നമസ്കാരം ആരംഭിച്ചു മുതൽ അവസാനിക്കുന്ന സലാം വീട്ടുന്ന ആ സമയം വരെ തെറ്റിൽ നിന്ന് മാറിക്കൂലേ? അതിന്റെ ഇടക്ക് പോയിട്ട് അത് തെറ്റ് ചെയ്യൂലല്ലോ, ചെയ്യൂല. അതാണ് നമസ്കാരം. അപ്പൊ നമ്മുടെ നമസ്കാരം ശരിയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യൂല, തെറ്റ് ചെയ്യാൻ കഴിയില്ല. നമസ്കരിക്കുന്ന ആൾക്ക് ചെയ്യാൻ കഴിയില്ല, തെറ്റ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. പള്ളിയിൽ ഇങ്ങനെ വെള്ളിയാഴ്ച ഖതീബ് പ്രസംഗിക്കാണ്, ഇന്ന് പള്ളിയിൽ പിരിവുണ്ട്, മാസത്തിൽ 1 ദിവസമേ പിരിക്കണുള്ളൂ, നിങ്ങൾ ഇന്ന് കൊടുക്കണേ. നേരെ തന്നെ ഗൂഗിൾ പേയിൽ ബാലൻസ് ഇങ്ങനെ നോക്കും, നേരെ ഒരു 5000 രൂപ, 5000 രൂപ എന്റെ തന്ന്. ആരും എന്താ സദക്കന്റെ പൈസയോ സക്കാത്തിന്റെ പൈസയോ തന്നിട്ടില്ല. 5300 ഉണ്ട്, 300 കൊടുക്കുക, 5000 കൊടുക്കുക. അനക്കുള്ളതാണ്. കീശൽ ഇങ്ങനെ കഴിയുള്ളൂ. പൊതുവേ ഇപ്പൊ കയ്യിൽ പൈസ എടുക്കാത്ത എനിക്ക് അധികം. അതുകൊണ്ട് തന്നെ അള്ളാന്റെ തോഫി കൊണ്ട് ചിലപ്പോൾ ഒരു 15 കൊടുക്കും. 15 അത് കൊടുത്തേ, ഒന്നും തട്ടാനൊന്നുമില്ല. 500 ഉണ്ടെങ്കിലും ചില ആളുകളെ കാണാം ബക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ തലയിട്ടിട്ട് സ്കാരം കഴിഞ്ഞ് പോകുമ്പോ എന്താ സംഭവം? എന്തിനാ ബക്കറ്റ് 500
ഒരു മിനിറ്റ് വേണ്ടി ബക്കറ്റിൽ തിരിച്ച് കുറച്ച്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്? വേറെ ആരെ പറ്റി നമ്മളെ പറ്റി പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അതിലൊക്കെ ഇങ്ങനെ വ്യഗ്രത കാണിച്ചു പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഗൂഗിൾ പേയിൽ പൈസ ആക്കാന് 100 രൂപ ആക്കാന്ന് പറഞ്ഞാൽ 1000 രൂപ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്തൊക്കെ കളിയാണ് നമ്മൾ കളിച്ചുവിട്ടാൻ തിരിച്ചിട്ടാനും ഇങ്ങനെ കമ്പനി എടുത്തു അക്കൗണ്ടൊക്കെ ആരെ കൈകാര്യം ചെയ്യുന്നു? നമ്പറൊന്നും തരാം. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒന്നും നമ്മൾ ആലോചിച്ച് ഒറ്റ വിഷയം ആലോചിച്ചത്, നമ്മുടെ ഹോട്ടലിലേക്ക് കുടുംബത്തിലുള്ള ഒരു വീട്ടിൽ നമ്മള് പ്രോഗ്രാം ആയപ്പോ, പരിപാടി ആയപ്പോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബസംഘം ഒക്കെ വെച്ചപ്പോ അവിടെ ഒരു ചർച്ച വന്നു, സംസാരം വന്നു. എല്ലാവർക്കും ഒന്ന് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. നമ്മളെല്ലാ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ, വലിയ ആളൊന്നും വേണ്ട, കുഞ്ഞു മക്കളൊക്കെ കൂടി കാറിൽ കൂടി കൊണ്ടുപോയി. അവിടെ പോയിട്ട് നമ്മൾ പറയോ പൊറോട്ട ഒന്ന് തിന്നാ മതി പറയോ? ഇല്ല, പറയൂല. നിങ്ങൾ വേണ്ടതൊക്കെ തിന്നോളി. എല്ലാം തിന്ന് കുടിച്ച് ഒരു 3000 രൂപ ബില്ല് വന്നത് പറയാം. നമ്മൾ ആരെങ്കിലും പൈസ അയക്കുമ്പോ ഇങ്ങനെ അയക്കാണ്ടാവോ? നമ്മൾ ആരെങ്കിലും അയക്കാണ്ടാവോ? ഇല്ല. ഇങ്ങനെ പറയാ 3000 രൂപയ്ക്ക് തിന്നിട്ടുള്ളൂ. നിങ്ങളെ പോളിംഗ് വേണ്ടി ഞാൻ വിളിച്ചാൽ 5 രൂപയ്ക്ക് തിന്നു. ഒരു ദിവസമില്ലാണ്ട് പൈസ വെച്ചിട്ട് വരും. അത് കഴിഞ്ഞിട്ട് വരുമ്പോ കാറിന്റെ ബൈക്കിന്റെ എണ്ണ തീരാനായി 1000 രൂപയ്ക്ക് എണ്ണ. 8000 രൂപയ്ക്ക് മിനിമം അടിക്കണ്ടേ? ഒന്നാട് മുതൽ അടുത്തേക്ക് എത്തണ്ടേ അല്ലെ? പെട്രോൾ അടിക്കാൻ നമുക്ക് ആർക്കും വിഷമില്ലാതെ എത്ര അടിക്കും. പൊതുവേ ഇതിപ്പോ മാഹിവാക്കായോണ്ട് എണ്ണ എടുക്കുന്നതിന് ഒരു വിഷമം ഉണ്ടായില്ല. പെട്രോൾ 1000 രൂപയ്ക്ക് അടിക്കണം മിനിമം, എന്നാലേ തട്ടുള്ളൂ. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോ 100 കൊടുത്താൽ തന്നെ ഇന്നാലില്ല പൈസ ചെലവാക്കിയിട്ടുണ്ട്. അക്കൗണ്ടിൽ എടുത്തിട്ട് എന്ത് കാണുന്നോ പടച്ചോ തീരുമാനിച്ചോണ്ടല്ല. ഇത് എത്ര പറഞ്ഞാലും നമ്മളെ നിലയിൽ കയറൂല. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയേയില്ല. വീട്ടിലിങ്ങനെ അലമാര തുറക്കുമ്പോ ഒരു ഭാഗത്ത് പൈസ ചാക്കുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മള് പറയാ അത് ഞാൻ പ്രവാസിയായിട്ട് എന്റെ ചോര നീരാക്കി, എന്റെ വിയർപ്പ് നീരാക്കി ഉണ്ടാക്കിയത്. അതും കാര്യം തന്നോന്നല്ല. അത് ചിലപ്പോ പടച്ചോ തന്നോ അത് കഴിയണമെങ്കിൽ മനുഷ്യന്മാരെ ഇത് എന്റെതല്ലാന്നുള്ള ബോധം ഉണ്ടാകും. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പൈസ മാത്രമൊന്നല്ല. എനിക്കിന്നിങ്ങനെ ആരോഗ്യമുണ്ട്, എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും അള്ളാന്റെ മാർഗത്തിൽ, എന്നാ ഞാൻ ചെയ്യണില്ല. നമ്മൾ ആരോടാണ് അതിക്രമം ചെയ്യുന്നത്? നമ്മൾ തിന്നുന്ന ഫ്രൂട്ട്സിന്റെയോ നമ്മൾ തിന്നുന്ന പച്ചക്കറിന്റെയും ഗുണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന വിചാരിക്കണ്ട. അതൊക്കെ തിന്നുന്ന ആളുകളും ശോഷിച്ചു കിടക്കുന്നുണ്ട് അല്ലെ? ജനിച്ചവാളുടെ കുഞ്ഞിക്ക് എന്താ ബ്ലഡ് ക്യാൻസർ വന്നത്? അത് നീ തിന്നോ? പലല്ലേ വിളിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ശ്രദ്ധിക്കണമെന്നല്ല, സൂക്ഷിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം, അതിനനുസരിച്ച് ഭക്ഷണം നമ്മൾ കഴിക്കണം. എന്നാൽ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് നൽകുന്നത് ആരാണ്? അല്ലാഹുവാണ്. എനിക്കൊരു 1,00,000 രൂപ കിട്ടി, അതെന്തുകൊണ്ടാണ്? ഞാൻ ഇന്ന് ഓനെ വിളിച്ചോണ്ടാണ്. നീ വിളിച്ചോണ്ട് ഓനെ എടുത്തത് പടച്ചോണ്ട് ഉദ്ദേശിച്ചോണ്ടാണ്. ആ കച്ചവടം നടന്നുകൊണ്ട് 10,00,000 രൂപ എനിക്ക് കിട്ടി. ആ കച്ചവടത്തിലൂടെ 10,00,000 തരാൻ അള്ളാഹു തീരുമാനിച്ചു, അതുകൊണ്ട് എത്തി. ചില ആളുകൾ 10,00,000 രൂപ കച്ചവടം ചെയ്തു, ഇന്ന് എക്കോളം പൈസ വന്നിട്ടില്ല. അറിയില്ലേ? പരിചയമില്ലേ? ലാഭം കിട്ടി, എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പടച്ചോ തീരുമാനിച്ചിട്ടില്ല, എന്താ ചെയ്യാ? ഇന്ന് ഇങ്ങനെ കടങ്ങി കളിക്കുക, ദിവസം 5 രൂപ വിളിക്കും, കടിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കിട്ടാൻ അർഹതയുള്ളത് പോലും ആരാണ് നമുക്ക് എത്തിച്ചേർന്നത്? അള്ളാഹുവാണ്. ഇപ്പൊ മാസം 20,000 ശമ്പളം വാങ്ങുന്ന ഒരാള് മുതലാളിയെ വിളിച്ചിട്ടൊന്നും മുതലാളി എടുക്കണമില്ല, കണ്ടാൽ ഇങ്ങനെ പറയാണ്. അതിനോ പറയാം ഇതിപ്പോ അള്ളാഹിനോട് പറഞ്ഞല്ലേ, ഇത് മുതലാളി തന്നെ തരണ്ടേ? അല്ല, അതുപോലും നിനക്ക് തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നതാണ് എന്നുള്ള ബോധം നീ എന്തുണ്ടാക്കുന്നോ അപ്പൊ അള്ളാഹിന്റെ ഭാഗത്ത് നീ കൊടുക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടായ ബോധം അതാണ്. അതുകൊണ്ടാണ് മുഴുവനും കൊടുക്കുന്നത്. അത്ര ഈമാനായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനുള്ള ബോധം അതാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ആയിരിക്കില്ല, ഉമർ ബിൻ ഖത്താബില്ല. പകുതി കൊടുത്തു. എന്നാലും നമ്മുടെ ഈമാൻ അങ്ങനെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച വേണ്ട, അവിടെ നിർത്താം. കഥ നല്ലത്. അപ്പോ വിനയമുള്ളവർക്ക് സന്തോഷ വാർത്ത. അവരുടെ സ്വഭാവം അല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി അവരോർത്താൽ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വിറകൊള്ളും. വസ്സാബിരീന അലാ മാ അസാബഹും, എന്തെങ്കിലും ബാധിച്ചാൽ, ആപത്ത് ബാധിച്ചാൽ അവരെന്ത് ചെയ്യും? ക്ഷമിക്കും. വൽ മുഖീമിസ് സ്വലാ, അവർ നമസ്കാരം നിലനിർത്തും. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവരെന്ത് ചെയ്യും? ചെലവഴിക്കുകയും ചെയ്യും. അള്ളാഹു അടുത്തൊരു വിഷയം പറയണം. ഇതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ
فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون ബലിയൊട്ടകളെ വൽബുദ്ന ഒട്ടകങ്ങൾ എന്നാണ് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെന്തുണ്ട്? ഗുണമുണ്ട്. ഒരൊട്ടകത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ സവാരിക്കും, ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ അതിൽ നിന്നുള്ള ഗുണങ്ങളുണ്ടോ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഉപയോഗപ്പെടുത്താം. പിന്നീട് എന്ത് ചെയ്യാം, ബലിയിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നുള്ള നന്മയും നേടിയെടുക്കാം. എന്നിട്ട് അള്ളാഹു എങ്ങനെയാണ് അതിനെ അറക്കേണ്ടത് എന്നുള്ളൊരു രൂപം പറയാം. ആദ്യം അള്ളാഹു പറഞ്ഞു എന്ത് ചെയ്യാ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യാ, അലൈഹാ സവാഫ് വരികളായി അതിനെ നിർത്തിക്കുക. അതായത് അതിനാൽ അവയെ ഒരു കാല് ബന്ധിച്ചുകൊണ്ട് 3 കാലുകളിൽ മേൽ നിർത്തിക്കൊണ്ട് അവയുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ബലിയർപ്പിക്കുക. പിന്നീട് എന്താണ് ഉണ്ടാകുക? അങ്ങനെ അത് വീണ് കഴിഞ്ഞാൽ, അങ്ങനെ അത് നിലംപതിച്ചാൽ, ജുനൂബുഹ അവയുടെ പാർശ്വങ്ങൾ, അതിന്റെ ഭാഗങ്ങൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ ഫകുലു മിൻഹ ഫകുലു അപ്പോൾ ഭക്ഷിച്ചു കൊള്ളുക. പിന്നെന്ത് ചെയ്യാ, അത് ഭക്ഷിച്ചു കൊള്ളുക. നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. ഇതിലുള്ള കൽപ്പനയിൽ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ എളുപ്പം പറയുന്ന ആളുകളുമുണ്ട്. കുറച്ചെങ്കിലും നമ്മൾ കഴിക്കണം. ചില ആളുകൾ പറയും ഇപ്പോ ബീഫ് പോത്തിനെ അറുത്താൽ ഞാൻ ബീഫ് കഴിക്കാറില്ല പറയും, ആടിനെ അറുത്താൽ ഞാൻ ആട് കഴിക്കില്ല പറയും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്ന ഫക്കുലു, അപ്പൊ അതിനെന്തുണ്ട്? ഒരു ബർക്കത്തുണ്ട്. നമ്മളത് എന്ത് ചെയ്യണം? കഴിക്കണം. ചില ആള് ചില രൂപത്തിലാക്കിയാൽ തിന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നം. അപ്പൊ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ അത് കഴിച്ചു എന്ന് പറയുന്ന ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, മാറ്റുക. പിന്നെയോ ഭക്ഷിപ്പിക്കുക. ആരെ? അൽ-ഖാനിഅ. അതായത് ഓൻ ചോദിക്കണില്ല, ഓൻ ചോദിക്കുന്നില്ല, ചോദിച്ചു വരുന്നില്ല ഇതിനു വേണ്ടിയിട്ട്. എന്നാൽ കിട്ടിയാൽ എന്താണ്? ഓനെ സംതൃപ്തി അല്ലെ? ചോദിക്കണില്ല, എനിക്ക് ഇറച്ചി വേണം, എനിക്കിത് വേണമെന്ന് പറയണില്ല. എന്നാൽ അവൻ കിട്ടിയ എന്താണ്? ഓൻ അതുകൊണ്ട് സംതൃപ്തി അടയുന്നവരാണ്. അവന് കൊടുക്കണം, ഖാനിഅന് കൊടുക്കണം. പിന്നെ കൊടുക്കണ്ട ചോദിച്ചു വരുന്നവന് കൊടുക്കണം. അതിന് കൊടുക്കണം, ചോദിച്ചു വരുന്നവന് കൊടുക്കണം. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്താ വെച്ചാൽ 10 കൊല്ലം 15 കൊല്ലമായിട്ട് ഒരേ ലിസ്റ്റ് ആയിട്ടുള്ളൂ. ഒരേ ലിസ്റ്റാണ്. പള്ളി നമ്മൾ ഇറക്കും, വീട്ടിൽ നമ്മൾ ഇറക്കും. ഇപ്പോഴും നമ്മുടെ ലിസ്റ്റ് 15 കൊല്ലം മുമ്പുള്ള അതേ ആളുകളാണ്. അതിൽ കുറെ ആള് വീടെടുത്തു, ജോലിയായി, വലിയ പൈസക്കാരായി, നമ്മളെക്കാട്ടി വലിയ വീടെടുത്തു. ഇല്ല, നമ്മുടെ ലിസ്റ്റ് ഇപ്പോഴത്തെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലിസ്റ്റാണ്. ഈ ആളുകൾക്ക് ഇങ്ങനെ പോകും. അതിന്റെ ബാക്കിൽ ഒരു പറയണ്ട. എന്താ കോമഡി എന്താ അറിയാം ഇതിൽ നടക്കുന്നത്? ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു അനുഭവം ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വീട്ടിലെ ഫ്രീസർ ഇങ്ങനെ അറിയും. എന്നാൽ നമ്മൾ വേഗം എന്ത് ചെയ്യാം, അപ്പുറത്തെ പേർക്കത്തെ ഫ്രീസറിൽ വെക്കും. അപ്പൊ നമുക്കറിയാം നമ്മളെ ബാക്കിത്തെ പേർക്ക് സാധനം കിട്ടിയിട്ടില്ല, ആ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയാ, ഇതാ 8 കെട്ടുണ്ടേ, ഫ്രീസറിൽ വെക്കണേ. എന്തിനാ 8 പറയുന്നത്? 7 പിന്നെ ഒരു അയൽവാസിയാണ് പറഞ്ഞു, ഇതും അതൊക്കെ നമ്മൾ നടത്തും. ഞാൻ പറയുന്നത് എപ്പോഴും ഒരു കൂട്ടർക്ക് നമ്മള് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, പരിശോധിച്ചിട്ട് കൊടുക്കണം. എന്നാൽ നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറബിന് ചേരുമ്പോഴും എല്ലാ മൃഗങ്ങളെ വാങ്ങുമ്പോഴും ഇതാക്കുമ്പോ ഒക്കെ നമ്മൾ അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം എന്ന് പറയും. അറുത്ത് കഴിഞ്ഞാൽ അധികാർക്ക് പറയും, അധികാർക്ക് അത് നമുക്ക് ക്ഷീണം പിടിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടി നമ്മളെല്ലാം ആവശ്യമായിരിക്കും, ഇവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ഒരാളെ ഏൽപ്പിച്ചോടാ, നീ അന്നൊക്കെ പ്രശ്നം കൊടുത്തില്ല, അവർക്കെല്ലാം ഊരി കൊടുത്തേ. നമ്മൾ ഇങ്ങനെ കറങ്ങും. കുറച്ച് കാറ് എടുത്തുന്ന ആടം വരെ കൊണ്ടുകൊടുക്കുക, ഗുഡ്സ് എടുത്തുന്ന ആടം വരെ കൊടുക്കുക.
സ്കൂട്ടർ എടുത്തുന്ന ആൾ വരെ കൊടുക്കുക. ഈ വയലെല്ലാം കഴിയുന്ന ആൾക്കാർ ഉണ്ടാക്കുക, നടന്നിട്ടൊക്കെ പോയിട്ട് കൊടുക്കുന്ന കിട്ടേണ്ട ആൾക്കാർ. സാധുക്കളായ വീട് ഫ്രീസറൊക്കെ കാര്യമാണ്. ഉള്ള ആളുകളുടെ വീടോ എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഫ്രിഡ്ജ് വാങ്ങുമ്പോ ശ്രദ്ധിച്ചോളണം, വലിയ ഫ്രീസർ ഉള്ളത് തന്നെ വാങ്ങിക്കോ. വലിയ ഉത്തരവാദിത്തല്ലേ, വലിയ ഉത്തരവാദിത്തല്ലേ. എപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രിഡ്ജ് വാങ്ങണ്ട, ഒരു 2000 കുറവാക്കിട്ടല്ലേ ഈ ചെറിയ ഫ്രീസറിൽ വാങ്ങിട്ട്. എത്ര ആളുകൾ കാനിയാമാണ് ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കാത്ത അവസ്ഥയുണ്ട് ചില സ്ഥലങ്ങളിൽ. ആട്ടിപ്പഴിച്ചോളി ഗേറ്റിന്റെ അടുത്തൊക്കെ വന്നിട്ട് അറിവ് നടന്നാൽ ഇവിടെ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. അള്ളാഹു പറയുന്ന ഒരു നിയമമാണ്, അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അയാളുടെ അവകാശമാണ് ചോദിക്കുക എന്നുള്ളത്. ആ ചോദിച്ചാൽ നമ്മൾ നിർബന്ധിതരായി കൊടുക്കാൻ. പിന്നെന്ത് ചെയ്യണ്ട, അത് ഇവരോട് വെക്കണം, അവരോട് വെക്കണം. അത് നിയമം അങ്ങനല്ല. ആരാണോ ഉത്തരവാദിത്തപ്പെട്ടവർ അവരിലേക്ക് എത്തുകയും നൽകുകയും ചെയ്യണം. ആട്ടിപ്പയക്കുന്ന സ്വഭാവം ഉണ്ടായത് ചില പള്ളികളിൽ കാണാൻ കഴിയും. ഈ സമയവും വന്നോളൂ നമ്മൾ ആട്ടിപ്പയക്കും. അറിവില്ലാത്തോണ്ടേ, അറിയില്ല എന്താ ചെയ്യേണ്ടത്. നമ്മൾ അതെന്ത് ചെയ്യണം, പഠിച്ച ആളുകൾ ഇടപെടുക തന്നെ വേണം. ചോദിച്ചു വരിക മാത്രമല്ല, വാഴ്ത്താൻ്റെ അർത്ഥം ആഗ്രഹിച്ചു വരുന്നതൊന്നുണ്ട് കേട്ടോ. രണ്ടു വലിയ വിഷയമാണ്. ആഗ്രഹിച്ചു വരിക, ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്കറിയാം എന്ത് കുറച്ച് ഇതൊക്കെ കൊടുക്കേണ്ട മനുഷ്യനാണ് അല്ല, നൃത്തം കണ്ടാലും നമുക്ക് മനസ്സിലാവും. എന്നാലും നമ്മളിങ്ങനെ ചോദിക്കട്ടെ, ചോദിച്ചോ കൊടുക്കാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള രൂപം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, കദാലിക സഖർനാഹാ ലക്കും, അപ്രകാരം അതിനെ നാം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരമാണ് അതിനെ അല്ലാഹു ചെയ്തിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തിന്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ എന്തുള്ള ആളുകളാകാൻ? നന്ദി കാണിക്കാൻ വേണ്ടി, നന്ദിയുള്ള ആളുകളായേക്കാം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു അല്ലാഹു നിങ്ങൾക്ക്? കദാലിക സഖർനാഹാ ലക്കും, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അവയെ നിങ്ങൾക്ക് അപ്രകാരം നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അടുത്ത ആയത്തിൽ എന്താണ് ബലി കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളതാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. നമ്മള് എല്ലാ നമ്മുടെ ബലി പെരുന്നാൾ സമയത്തും ബലിയുടെ സമയത്തും കേൾക്കുന്ന ആയത്താണല്ലേ അടുത്ത ആഴ്ച വിശദമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതെടുത്ത ആഴ്ച എടുക്കാം. ഇനി അടുത്ത ഭാഗങ്ങളൊന്നും കൂടി ഓതി നമ്മുടെ ക്ലാസ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا
القانع والمعطر كذلك سخرناها لكم لعلكم تشكرون. മൂന്നായത്തെ നമ്മൾ പഠിച്ചു. 36 വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലൂടെ നിലനിർത്താൻ തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.